കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 17-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിയെയും കർത്താവായ യേശു കാത്തുപരിപാലിക്കും. ഈ ലോക ജീവിതത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോഴാണ് നന്മ ചെയ്യുവാൻ കഴിയുന്നത്, പരസ്പരം സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നത്. മരണശേഷം നമുക്ക് സ്നേഹിക്കുവാനോ നന്മ ചെയ്യുവാനോ അത് പ്രകടിപ്പിക്കുവാനോ ആഗ്രഹിച്ചാൽ പോലും സാധിക്കുകയില്ല. അതുകൊണ്ട് യഥാർത്ഥ നന്മ ചെയ്യുവാൻ, ദൈവകൽപ്പനകൾ പാലിക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ വ്യക്തികൾക്കും ഉണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ചിലപ്പോൾ നാം ജീവിച്ചു വന്ന ചുറ്റുപാടുകളിൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ അവഗണനയും സ്നേഹമില്ലായ്മയും നിരാശയും ആകുലതയും ഒറ്റപ്പെടലും നമ്മെ അടിമപ്പെടുത്തിയിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്കായി വാതിലുകൾ തുറക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ആന്തരികമായ മുറിവുകൾ സുഖപ്പെടുത്തും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ എല്ലാ ദുശീലങ്ങളിൽ നിന്നും മാറ്റി ദൈവമക്കളാക്കി മാറ്റുന്നു. അതുകൊണ്ട് സങ്കീർത്തകൻ വിളിച്ചു പറയുന്നു: അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇന്ന് നമ്മെ സ്നേഹിക്കുന്ന കർത്താവായ യേശുവിൻ്റെ തിരുമുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം: കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. അറിയാതെ ഞാനേറെ അകന്നുപോയി, അലിവൂറും സ്നേഹത്തെ മറന്നു. ഓ എൻ്റെ ഈശോയെ, അറിയാത്ത വഴിയേറെ ദൂരം അവിടുത്തെ കൂടാതെ നടന്നു നീങ്ങി ക്രൂശിത. ഓ എൻ്റെ രക്ഷക, എന്നെ മറന്നിടല്ലേ. അറിയാതെ ഞാനേറെ അകന്നു പോയി, അലിവൂറും സ്നേഹത്തെ മറന്നു പോയി. അരുതാത്ത വഴിയേറെ ദൂരം അവിടുത്തെ കൂടാതെ നടന്നു നീങ്ങി ക്രൂശിത രക്ഷക, നീ എന്നെ മറന്നിടല്ലേ. കർത്താവായ യേശുവേ, ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ ഞാൻ വിതുമ്പുമ്പോൾ കർത്താവേ, എന്നെ സഹായിക്കുവാൻ അവിടുന്ന് കടന്നു വരുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. എൻ്റെ മിഴികൾ നിറയുമ്പോൾ എനിക്ക് ആശ്വാസം നൽകുന്ന എൻ്റെ കർത്താവേ, ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ കരുണ എൻ്റെ മേൽ ചൊരിയണമേ. നിറഞ്ഞൊഴുകുമ്പോ ഹൃദയം തകർന്നടിയുമ്പോ ആരാരുമില്ലാതെ ആശ്രയമില്ലാതെ ക്രൂശിത രൂപത്തിൻ മുൻപിൽ നാഥാ കരുണാകടാക്ഷം പൊഴിക്കൂ, നീ എന്നെ മറന്നിടല്ലേ. ഓ എൻ്റെ ഈശോയെ, അറിയാതെ ഞാനേറെ അകന്നു പോയി, അലിവൂറും സ്നേഹത്തെ മറന്നു പോയി. അരുതാത്ത വഴിയേറെ ദൂരം അവിടുത്തെ കൂടാതെ നടന്നു നീങ്ങി ക്രൂശിത രക്ഷക, നീ എന്നെ മറന്നിടല്ലേ. കർത്താവായ യേശുവേ, അങ്ങയുടെ സ്നേഹത്തെ തിരിച്ചറിയാതെ
വളരെ ദൂരെ ഞാൻ അകന്നു പോയി. കർത്താവെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. എന്നോട് കരുണ തോന്നണമേ ഈശോയെ. ഞാനിതാ മടങ്ങി വരുന്നു. എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവെ, എന്നോട് ക്ഷമിക്കണമേ. ഓർമ്മകളെല്ലാം വിതുമ്പും നൊമ്പരമായി നിൻ സ്നേഹമറിയാതെ വാത്സല്യമറിയാതെ ദൂരയകന്നു ഞാനെന്നും. നാഗാലിവോടെ മിഴികൾ തുറക്കൂ, നീ എന്നെ മറന്നിടല്ലേ. ഓ എൻ്റെ യേശുവേ, അറിയാതെ ഞാനേറെ അകന്നു പോയി, അലിവൂറും സ്നേഹത്തെ മറന്നു പോയി. അരുതാത്ത വഴിയേറെ ദൂരം അവിടുത്തെ കൂടാതെ നടന്നു നീങ്ങി. ക്രൂശിത രക്ഷക, നീ എന്നെ മറന്നിടല്ലേ. കർത്താവായ യേശുവിൻ്റെ സ്നേഹത്താൽ നാം ഓരോരുത്തരും നിറയപ്പെടുകയും അതുവഴി ദൈവത്തിൻ്റെ കരുണ പ്രാർത്ഥിക്കുന്ന സകലെല്ലാം കടന്നു വരികയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.